ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 2 വലിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുള്ള പാവയ്ക്കയാണ്. ഇത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് സ്ലൈസായിട്ട് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുത്ത് ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ 1.5 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് അധികം നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ, എങ്കിൽ മാത്രമേ ഇത് ഫ്രൈ ആയി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാ ഭാഗത്തും ഉപ്പെത്തുകയും വേണം. ഒരു പാൻ ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒഴിക്കുന്നത് വെളിച്ചെണ്ണ തന്നെയാണ്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 2-3 വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് ഫ്രൈ ആവുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. അതൊന്ന് ഫ്രൈ ആയതിനു ശേഷം അടുത്ത സെറ്റ് പാവയ്ക്ക ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ഗ്രീൻ കളർ മാറി കുറച്ച് ബ്രൗൺ ആവും. പിന്നീട് മെല്ലെ മെല്ലെ ഫ്രൈ ആയി കിട്ടും പാവയ്ക്ക. ഒരു നല്ലൊരു ഡാർക്ക് ബ്രൗൺ ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇത് മാറ്റി വെക്കാം. ഇവിടെ ഏകദേശം കളറൊന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ടൈമിൽ മാറ്റാൻ പാടില്ല. ഇപ്പോഴും ഇത് ഫ്രൈ ആയിട്ടില്ല. ഇനി കുറച്ചുകൂടി ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഇതൊരു നല്ലൊരു ഗോൾഡ് ബ്രൗൺ ആവുന്ന ടൈമിൽ നമുക്കിത് മാറ്റി വെക്കാം. ഇവിടെ ഏകദേശം ഫ്രൈ ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിത് ഇളക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും, അതിൻ്റെ സൗണ്ട് ജസ്റ്റ് ഒന്ന് മാറി വരും. ഒരു ക്രിസ്പി സൗണ്ട് പോലെ വരും. ആ ടൈമിൽ നമുക്കറിയാൻ പറ്റും ഇത് ഫ്രൈ ആയിട്ടുണ്ടെന്ന്. ഇവിടെ ഏകദേശം എല്ലാം ഒരു ക്രിസ്പി സൗണ്ട് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റി വെച്ചിട്ട് അടുത്ത സെറ്റും ഇതുപോലെ ഇട്ട് കൊടുക്കാം. അടുത്തത് ഇടുമ്പോൾ എണ്ണ കുറവാണെങ്കിൽ കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം മാത്രം ബാക്കി പാവയ്ക്ക കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ നല്ലതുപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടിരിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇനി നമുക്ക് അടുത്ത സെറ്റ് പാവയ്ക്ക കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ. ഇത് നമുക്ക് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ വേറെ ഒരു കറിയില്ലെങ്കിലും ഇത് കൂട്ടി കഴിക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കായാലും വളരെയധികം ഇഷ്ടപ്പെടും. കാരണം ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ കയ്പ്പൊന്നും ഇതിൽ കാണത്തില്ല. നമ്മൾ സാധാരണ പാവയ്ക്ക വിഴുക്ക് പുരട്ടുമ്പോൾ ഒരു കയ്പ്പൊക്കെ കാണും. പക്ഷേ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ വേറൊരു ടേസ്റ്റാണ്, വേറൊരു ഫ്ലേവറും കൂടിയാണ്. ഇത് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അടുത്ത സെറ്റ് പാവയ്ക്കയും നമുക്കിതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. ആ ക്രിസ്പി സൗണ്ട് ആകുമ്പോൾ നമുക്ക്
ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് കോരി മാറ്റി വെക്കാം. ഇവിടെ ഞാൻ എടുത്തിരുന്നത് കുറച്ച് ഡാർക്ക് ഗ്രീൻ പാവയ്ക്കാണ്. നമ്മുടെ നാട്ടിലൊക്കെ നല്ല വൈറ്റ് പാവയ്ക്ക കിട്ടും, വൈറ്റ് കളേർഡ് ആയിട്ടുള്ള, അത്രയ്ക്ക് ഗ്രീൻ അല്ലാതെ. അങ്ങനെയുള്ള പാവയ്ക്കാണെങ്കിൽ വളരെ ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ നിന്നും ടേസ്റ്റ് ആയിരിക്കും ആ പാവയ്ക്കൽ ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ. എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, താങ്ക് യു.